ഞാൻ എടുക്കാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് എങ്ങനെ ഡിവിഷൻ മെത്തേഡിൽ നമുക്ക് ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് 8th നിങ്ങൾ പഠിക്കുന്നതാണ്, എന്നിരുന്നാലും 10th വരെയുള്ള കുട്ടികൾക്ക് ആവശ്യമായതാണ്. അപ്പോൾ ലോങ് ഡിവിഷൻ മെത്തേഡ്, അതായത് ഡിവിഷൻ മെത്തേഡിൽ എങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു നമ്പർ നമുക്ക് തന്നു, √529. ഇതിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം ഇതിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ വേണ്ടി നമ്മൾ എന്ത് എഴുതും? 529. സാധാരണ ഡിവിഷൻ അല്ല, ലോങ് ഡിവിഷൻ. അപ്പോൾ ഇതിനാദ്യം നമുക്ക് പേറാക്കാം, അതായത് 2. ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് 2 എണ്ണം, പിന്നെ ഇതൊന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ 5ന്റെ നിയറസ്റ്റ് സ്ക്വയർ വേണം നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം 1 സ്ക്വയർ 1, 2 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 4 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16, 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25, 6 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36, 7 സ്ക്വയർ 49, 8 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64, 9 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81, 10 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100. ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 5 ആണ് വേണ്ടത്. 5ന്റെ നിയറസ്റ്റ് സ്ക്വയർ ഇവിടെ നമുക്ക് 1, 4, 9. 4 കഴിഞ്ഞാൽ പിന്നെ 9 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഏതേ എടുക്കാൻ പറ്റുള്ളൂ? ഇവിടെ 2. അപ്പോൾ ഇവിടെ നമ്മൾ 2 എഴുതി, ഇവിടെയും 2 തന്നെ എഴുതുക. ഇവിടെ എന്താണോ എഴുതുന്നത് അത് തന്നെയാണ് എഴുതുക. അപ്പോൾ സ്ക്വയർ ആണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ 4. ഇനി നമ്മൾ മൈനസ് ചെയ്യുന്നു. 5 4 പോയി കഴിഞ്ഞാൽ 1. ഇനി ഈ 29 നമ്മൾ അതേപോലെ തന്നെ എഴുതണം. ആ 2 എണ്ണം ഒരുമിച്ച് തന്നെ എഴുതണം. ഇനി 120 ഇവിടെ നമ്മൾ എഴുതാൻ പോകുന്നത് ഇത് 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ്? 4. ഇനി ഇവിടെ നമ്മൾ എന്ത് നമ്പർ എഴുതുന്നു അത് തന്നെ വേണം ഇവിടെ എഴുതാൻ. ഇപ്പോൾ ഇവിടെ 12 ആണ് നമുക്ക് കിട്ടേണ്ടത്. 4 3s are 12 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 43 × 3 ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ ഇവിടെ കിട്ടണം. ഇവിടെ 4 12 ആയി കിട്ടണമെങ്കിൽ എത്രയാണ്? 3. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. 9 12. അപ്പോൾ 129. അപ്പോൾ ഇവിടെ 3 എഴുതുക, ഇവിടെ 3 എഴുതുക. അല്ലെങ്കിൽ ഇവിടെ 9 ആണുള്ളത്. 3 3s are 9. 9 കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ 7 നോക്കിയാൽ മതി. അപ്പോൾ 43 × 3 എന്ന് പറയുന്നത് 129. ഇവിടെ 0 ആയി. 0 ആകുമ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 529 എന്ന് പറയുന്നത് 23 ആണ്. ഇതിന് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്യുമ്പോൾ 529 നമുക്ക് കിട്ടില്ല. 23 × 23 എഴുതിയാൽ മാത്രമേ 529 കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ഇനി വേറൊരു നമ്പർ, അതായത് 4489. അപ്പോൾ 4489 എന്നുള്ള ഒരു നമ്പർ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 4489 എഴുതി. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് നമ്മൾ പെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ 2, ഇവിടെയും 2. അപ്പോൾ 44ന്റെ നിയറസ്റ്റ് സ്ക്വയർ വേണം നോക്കാൻ. അപ്പോൾ 44ന്റെ നിയറസ്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 44 ഇതിൽ വരുന്നില്ല. ഇവിടെ 49 ആണുള്ളത്. 44 എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് 6 എഴുതാൻ പറ്റുള്ളൂ, 7 എഴുതാൻ പറ്റില്ല. 7 49. അപ്പോൾ ഇവിടെ 6 എഴുതുക. 6 36. ഇനി മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 8. ഇനി ഈ 89 ഒരുമിച്ച് താഴെ എഴുതുക. 89. ഇനി 6ഉം 6ഉം ആഡ് ചെയ്യുക. ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, ഇനി എന്താണ് ചെയ്യുന്നത്? ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ അതെന്തായി? 6ഉം 6ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12. ഇനി 12ന്റെ ഇവിടെ 88 ആണ് വരേണ്ടത്. 88ഉം ഇവിടെ 9 ആണ്. അപ്പോൾ 9 ആവുമ്പോൾ നമുക്ക് 3 കൊണ്ട് ചെയ്തു. ഇവിടെ എഴുതുന്ന നമ്പർ തന്നെയാണ് ഇവിടെ എഴുതുക. അപ്പോൾ 12 3 എന്ന് പറയുമ്പോൾ അത് വരില്ല. ഈ 12ന്റെ കൂടെ എത്ര മൾട്ടിപ്പിൾ, അതായത് ഇപ്പുറത്ത് 88 ആണുള്ളത്. 88 ഉണ്ടെങ്കിൽ 12 7 നോക്കിയാൽ 84 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 7 ആയിരിക്കും ഇതിൽ കിട്ടുക. 12 × അതായത് 7 × 7. അപ്പോൾ 49. 4 അപ്പോൾ 4 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായി? 889 ആയി. അപ്പോൾ ഇവിടെ 7, ഇവിടെ 7, 889. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 4489 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 67 ആണ് വരുന്നത്. ഇനി അതിൽ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ,
7396 എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ 7396ന്റെ റൂട്ട് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 7396 ഇങ്ങനെ വരണം. ഇതിൽ ഇപ്പോൾ 73 കിട്ടണം. 73ന്റെ നിയറസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഏതാ എടുക്കാൻ പറ്റുള്ളൂ? 8. അടുത്തത് 81 ആയി. അപ്പോൾ നമ്മളിവിടെ 8 കൊടുത്തു. 8 8s are 64. അപ്പോൾ ഇവിടെ 9. ഇനി 96 ഒരുമിച്ച് എഴുതുക. 8ഉം 8ഉം അടുത്തത് എന്താണ്? ആഡ് ചെയ്യാണ് വേണ്ടത്. 8ഉം 8ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 60. ഇനി 16ന്റെ കൂടെ നമുക്ക് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് 99, അല്ലെങ്കിൽ ഇവിടെ അവസാനം 6 ആണ് കിട്ടേണ്ടത്. 99 കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 6 കൊടുത്തു നോക്കാം. അപ്പോൾ 6 36 പ്ലസ് 3 എന്ന് പറയുന്നത് 39 3 9. അപ്പോൾ 6 ഇവിടെ 6 അപ്പം 996. അപ്പോൾ റൂട്ട് ഓഫ് 7396 എന്ന് പറയുന്നത് 86 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ 5 നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ലോങ് ഡിവിഷനിൽ കണ്ടുപിടിക്കാന്നുള്ളത് നോക്കാം. 1 7 4 2 4. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇത് 2 ഇത് 2 ഈ ഒരു 1 ഉണ്ടാവും. അപ്പോൾ ഇവിടെ 1 കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? 74 ഒരുമിച്ച് താഴെ എഴുതുക. 74 ഇവിടെ 1ഉം 1ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2. ഇനി ഇവിടെ എഴുതുന്ന നമ്പർ തന്നെയാണ് നമ്മളിവിടെ. ഇപ്പോൾ 2 ഇവിടെ 4 കൊടുക്കുകയെന്ന് വിചാരിക്കുക. അതായത് നമുക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 44 ആണ്. 3 ആണ് കൊടുക്കുന്നതെങ്കിൽ 69 വരും. 4 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല. അതായത് 2 4s ആണ് 8. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ 2 കൊടുത്തു. അതിനുശേഷം ഇവിടെ 8 കിട്ടുക. 2 4s are 8 ആണ്. അപ്പോൾ 2 3s are 6. അപ്പോൾ 3 നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയുള്ളൂ. 3 3 9 69. അടുത്തത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിലും കൂടുതലായിട്ടേ പോകും. 2 4s are 8 ആണ്. നമുക്ക് ഇവിടെ 74 വേണ്ടു. അപ്പോൾ 2 3s are അതിൻ്റെ നിയറസ്റ്റ് നോക്കുമ്പോൾ 2 3s are 6. അപ്പോൾ ഇവിടെ 3 കൊടുക്കുക, ഇവിടെ 3 കൊടുക്കുക. അപ്പോൾ എത്ര വരുന്നു? 69. 69 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 5. ഇനി ഈ 24 ഒരുമിച്ച് എഴുതുക. 24 ഒരുമിച്ച് എഴുതിയ. ഇനി നമ്മൾ ആദ്യം 1ഉം 1ഉം ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? 23 പ്ലസ് 3. 23 പ്ലസ് 3 എന്ന് പറയുന്നത് 26 ആണ്. ഇനി 26ലെ 26 × 2 എത്രയാണ്? 26 × 2 എന്ന് പറഞ്ഞാൽ 52 ആയി. അപ്പോൾ നമുക്ക് ഇവിടെ 262 × 2 കൊടുത്ത് നോക്കാം. അപ്പോൾ 4 12 1 5. അപ്പോൾ ഇവിടെ 2 ആണ് കൊടുക്കേണ്ടത്. 2 അല്ലെങ്കിൽ 4ൽ അവസാനിക്കുന്നത് കൊണ്ട് 2 കൊടുത്ത് നോക്കാം. അപ്പോൾ 524. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 132 ആണ്. ഇനി അടുത്തത് 69169 എങ്ങനെ കാണാമെന്നുള്ളത്. 69169. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എങ്ങനെ കാണാം? അപ്പോൾ നമ്മൾ വരയുമ്പോൾ ഇങ്ങനെ വന്നു, ഇങ്ങനെ 6. ഇത് 3 നമ്പറായിട്ട് എടുക്കുമ്പോൾ നമുക്ക് വലിയ നമ്പറിൻ്റെ സ്ക്വയർ അറിയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ 6 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 4 വരുള്ളൂ. അപ്പോൾ 2 കൊടുത്തു. 2 2s are 4. അപ്പോൾ ഇവിടെ 2. ഇനി 91 ഒരുമിച്ച് ഇറക്കി 91. ഇനി എന്ത് ചെയ്യുക? ഇതിനെ രണ്ടിനെയും ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 4 ആയി. 4 ആയി കഴിഞ്ഞാൽ 5 4s are 20. 6 4s are 24. അപ്പോൾ ഇവിടെ 4 ഉണ്ട്. 7 4s are 28 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യുക? 7 കൊണ്ട് കൊടുത്തു നോക്കുക. 7 4s are 28 വന്നു. നിയറസ്റ്റ് വരുന്നത് 7 ആണ്. അപ്പോൾ 7 7s are 49. 4 28 പ്ലസ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആയി. അപ്പോൾ അത് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതിന് തൊട്ട് ബാക്കിലുള്ളത് എഴുതുക. ഇതിപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇവിടെ ക്യാൻസലായി പോകുന്ന നമ്പർ കിട്ടില്ല. അപ്പോൾ അതിന് നിയറസ്റ്റ് ആയിട്ടുള്ളതേ എഴുതാൻ കഴിയുള്ളൂ. പിന്നെ ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ നമുക്ക് ഇവിടെ എഴുതേണ്ടത് കൊണ്ട്
മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാൻ കഴിയും. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ 29 എന്ന് പറയുന്നത് 7 4s 28, അതിൻ്റെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അത് കൂടുതലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള നമ്പർ എടുക്കുക. അപ്പോൾ ഇവിടെ 46 into 6 എന്ന് പറയുമ്പോൾ 6, 24 plus 3 എന്ന് പറയുന്നത് 27. അപ്പോൾ ഇവിടെ നമുക്ക് 6 എഴുതാം, ഇവിടെയും 6 എഴുതാം. 276 എന്ന് പറയുമ്പോൾ ഇവിടെ 5, ഇവിടെ 8 എന്ന് പറയുമ്പോൾ 1. ഇനി എന്ത് ചെയ്യുക, 69 ഒരുമിച്ച് താഴെ എഴുതുക. അതാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ആ 69 ഒരുമിച്ച് എഴുതും. ഇവിടെ എന്ത് ചെയ്യണം, 46 + 6 എന്ന് പറയുന്നത് 52. അപ്പോൾ 52 ഇവിടെ നമുക്ക് 9 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, 52 3 9 6 15, അതായത് 52 × 3 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരുന്നത്, 156 വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് എടുത്താലും മതി നമ്പർ. അപ്പോൾ ഇവിടെ 3, ഇവിടെ 3, അപ്പം 1569. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 2, അതായത് സ്ക്വയർ റൂട്ട് 263 ആണ്. ഇനി പോയിന്റ് വരുന്നത് എങ്ങനെ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് 7.29 ഉണ്ട്. അപ്പോൾ ഇവിടെ 7.29 പിന്നെ ഇനി 7 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്, 7 4 അല്ലേ വരുള്ളൂ. അപ്പോൾ 2 4 3.29. അപ്പോൾ ഇവിടെ പോയിന്റ് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, അവിടെ നോക്കിയിട്ട് പോയിന്റ് കൊടുക്കുക വേണം. ഇനി ഇവിടെ നമ്മൾ എന്ത് എഴുതി, 4 എഴുതി. ഇനി 8 4s 32 ആണ്. ഇവിടെ 9 ആണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ 9 വരണമെങ്കിൽ 43 × 3 ചെയ്താൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ 32 എന്ന് പറയുമ്പോൾ 4 7s 28 ആണ്. അപ്പോൾ 47 × 7 ചെയ്ത് കഴിഞ്ഞാൽ 9 4 28 + 4 എന്ന് പറയുമ്പോൾ 32. അപ്പോൾ അവിടെ നമുക്കിവിടെ 7 കൊടുക്കാം, ഇവിടെ 7. അപ്പോൾ 3.29. അപ്പോൾ ഇതിൻ്റെത് 2.7 ആണ് കിട്ടുന്നത്. ഇനി അടുത്തത് 42.25. 42.25 എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നത്, 42.25. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു 42 നിയറസ്റ്റ് വരുന്നത് ഏതാണ്, 6 36. അപ്പോൾ ഇനി മൈനസ് ചെയ്യുക, 6 ഇവിടെ 25 ഒരുമിച്ച് എഴുതി. ഇവിടെ 6ഉം 6ഉം ആഡ് ചെയ്ത് ഇവിടെ പോയിന്റ് കൊടുക്കുക. 6 6 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12. ഇവിടെ 5ൽ അവസാനിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് 5 കൊടുത്തു നോക്കാം അതിന്. അപ്പോൾ 5 2 6. അപ്പോൾ ഇവിടെ 5, ഇവിടെയും 5, 6.25. അപ്പോൾ ഇവിടെ 6.5 എന്ന് കിട്ടി. ഇനി അടുത്തത് 51.84. 51.84 എന്നുള്ളത് 51.84. ഇനി 51 എന്ന് പറയുന്നത് നമുക്കറിയാം 7 7s 49. അപ്പോൾ ഇവിടെ 2.84. ഇവിടെ പോയിന്റ് കൊടുക്കുക. 7 7 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14. അപ്പോൾ ഇവിടെ 4ലാണ് അവസാനിക്കുന്നത്. 14 × 2 എന്ന് പറയുന്നത് 28 ആണ്. അപ്പോൾ ഇവിടെ 2 കൊടുത്തു നോക്കുക. × 2 എന്ന് പറയുമ്പോൾ 4 8 2. അപ്പോൾ 0.2. 142 വരും. അപ്പോൾ ഇവിടെ 0.2 2.84 7.2. ഇങ്ങനെയാണ് നമുക്ക് ലോങ് ഡിവിഷൻ ഈസി ആയിട്ട്, ലോങ് ഡിവിഷൻ മെത്തേഡിലൂടെ സ്ക്വയർ റൂട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ്